ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ വെറ്റിനറി സയൻസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് സ്റ്റണ്ണിങ് മെത്തേഡ്സ്. അപ്പൊ സ്റ്റണ്ണിങ് മെത്തേഡ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ സ്റ്റണ്ണിങ് മെത്തേഡ്സ് പല ടൈപ്പ് ഉണ്ട്. ആദ്യം പറയുന്നത് ഹ്യൂമെയിൻ മെത്തേഡ്. ഹ്യൂമെയിൻ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇനി സ്റ്റണ്ണിങ് മീൻസ് ആക്ട് ഓഫ് മേക്കിംഗ് അനിമൽസ് കോൺഷ്യസ് അല്ലെ? അനിമൽസിനെ കോൺഷ്യസ് ആക്കുന്ന മെത്തേഡാണോ? അല്ല. സ്റ്റണ്ണിങ് മെത്തേഡ് എന്ന് പറയുന്നത് അനിമൽസിനെ കോൺഷ്യസ് ആക്കുന്ന ഒരു മെത്തേഡേ അല്ല, അൺകോൺഷ്യസ് ആക്കുന്ന മെത്തേഡാ, ബോധം കെടുത്തുന്ന മെത്തേഡാ. അപ്പൊ സ്റ്റേജസ് ഓഫ് സ്റ്റണ്ണിങ്. സ്റ്റണ്ണിങ്ങിന് 2 സ്റ്റേജസ് പറയുന്നുണ്ട്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് മേക്കിംഗ് ഇൻസെൻസിബിൾ ടു പെയിൻ ബൈ സ്റ്റണ്ണിങ്. നമുക്ക് ഇൻസെൻസിബിൾ ആക്കും ആ മൃഗത്തെ. സെക്കൻഡ് എന്ന് വെച്ചാൽ എക്സാങ്കുനേഷൻ ആൻഡ് ലോസ് ഓഫ് അൺകോൺഷ്യസ്നെസ് ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്. അൺകോൺഷ്യസ്നെസിന്റെ ലെവലിലേക്ക് അതിനെ അങ്ങോട്ട് വഹിക്കും. സെക്കൻഡ് ലെവലില് ആദ്യം എന്ന് പറഞ്ഞാൽ ഇൻസെൻസിബിൾ ആക്കും, ജസ്റ്റ് പെയിന്. മറ്റേന്ന് വെച്ചാൽ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ബോധം കെടുത്തും. ഓക്കെ, ഇങ്ങനെ 2 സ്റ്റേജ് ആണ് ഇതിന് പ്രധാനമായിട്ടുള്ളത്. അതിൻ്റെ അകത്ത് മെത്തേഡ് ഓഫ് സ്റ്റണ്ണിങ്. മെത്തേഡ് ഓഫ് സ്റ്റണ്ണിങ് എന്ന് പറയുന്നത് ആദ്യം മെക്കാനിക്കൽ പറയുന്നുണ്ട്, കെമിക്കൽ അല്ലെങ്കിൽ ഗേഷ്യസ്, ഇലക്ട്രിക്കൽ, പിന്നെ മെക്കാനിക്കൽ മെത്തേഡ്. അപ്പൊ ഇതിന്റെ അകത്ത് മെക്കാനിക്കൽ എന്ന് വെച്ചാൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് എന്തായാലും, കെമിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഗേഷ്യസ് വരും. കെമിക്കൽ ഗേഷ്യസ് ഒക്കെ വരുന്നതെന്ന് വെച്ചാൽ പന്നിയുടെ ഒക്കെ കേസിലാണ്. ഇലക്ട്രിക്കൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം പെർക്കസീവ് സ്റ്റണ്ണിങ് ഒരു മെത്തേഡ് ഉണ്ട്. അത് പെനട്രേറ്റീവ് ആണ്, നോൺ പെനട്രേറ്റീവ്. ചിലത് പെനട്രേറ്റ് ചെയ്ത് പോകും, ചിലത് പെനട്രേറ്റ് ചെയ്ത് പോവാതിരിക്കും. അപ്പൊ പെനട്രേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കിയോ. ഒരു സാധനം പെനട്രേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു തോക്കെടുത്ത് ടിഷ്യൂ വെടിവെച്ചു, വെടിവെക്കുമ്പോൾ നേരെ ഇത് തുളച്ചു കയറും. അതാണെങ്കിൽ പെനട്രേറ്റീവ് ആണ്. അതാണ് ഫസ്റ്റ് പറയുന്നത് ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൾ. ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൾ എങ്ങനെ കിട്ടും? ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൾ, CBP എന്ന് ഒരു ഫുൾ ഫോം. CBP ഡാഷ് ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൾ. എങ്ങനെ കിട്ടും? വളരെ സിമ്പിൾ. നിങ്ങളുടെ വീട്ടിൽ ഒരാള് തൊപ്പിയും വെച്ചിട്ടുള്ള ഒരാള് ബോൾട്ടഡ് പിസ്റ്റലുമായിട്ട് വന്നിട്ട് നിങ്ങൾ വെടിവെക്കുന്നു. അതാണ് ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൽ. ബോൾട്ട് ഉണ്ടെങ്കിൽ ഇത് തെറിച്ചു പോകത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ന്യൂമാറ്റിക് സ്റ്റണ്ണർ. ന്യൂമാറ്റിക് സ്റ്റണ്ണർ എന്ന് പറയുന്നുണ്ട്. വാട്ടർ ജെറ്റ് സ്റ്റണ്ണിങ്. വാട്ടർ ജെറ്റ് സ്റ്റണ്ണിങ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഫ്രീ ബുള്ളറ്റ് പിസ്റ്റൽ, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം ഫ്രീ ബുള്ളറ്റ് പിസ്റ്റൽ എന്താണ്. ഇനി ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൽ ഓപ്പറേറ്റഡ് ബൈ ബ്ലാങ്ക് കാട്രിഡ്ജ്. നിങ്ങൾ എവിടെയെങ്കിലും കാട്രിഡ്ജ് എന്ന് പറഞ്ഞ പദം കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? പ്രിന്റർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കേട്ടിട്ടില്ലേ, കാട്രിഡ്ജ് തീർന്നു പോയി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ ഇവിടെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു കാട്രിഡ്ജാ, നമ്മൾ ഫില്ല് ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ ഒരിക്കൽ അടിച്ച് പിന്നെ അടിക്കും, പിന്നെ അടിക്കും, ഇങ്ങനെ അടിച്ചോണ്ടേ ഇരിക്കും. അല്ല, നമ്മൾ ഫില്ല് ചെയ്ത് അത് ബ്ലാങ്ക് കാട്രിഡ്ജ്. കിട്ടിയോ? കിട്ടി. ഇനി പറയുന്നത് യൂഷ്വൽ മെത്തേഡ് ഓഫ് സ്റ്റണ്ണിങ് കാറ്റിൽ. നമ്മൾ ആരെയാ ഈ മെത്തേഡ് കൊണ്ട് ചെയ്യുന്നത്? പന്നിയെ അല്ലേ? തലയാട്ടിക്കോ. പന്നി അല്ലല്ലോ ചെയ്യുന്ന, കാറ്റിലിനെ അല്ലേ. എന്ത് പറഞ്ഞാലും തലയാട്ടരുത്. ഓക്കെ, അപ്പോ ഈ മെത്തേഡ് വഴി നമ്മൾ കാറ്റിലിനെയാണ് സ്റ്റണ്ണ് ചെയ്യുന്നത്. ഇൻ ദ സ്കൾ നമ്മൾ എവിടെയാ കൊടുക്കുന്നത്? സ്റ്റൺ ചെയ്യുന്ന പോർഷൻ ഏതാണ്? സ്കൾ എന്ന് പറയുന്നത് എവിടെയാണ്? ഇവിടെ, ഈ പോർഷനിലാണ് സ്റ്റണ്ണ് ചെയ്യുന്നത്. ഇൻ ദ സ്കൾ ദ ഗൺ ഈസ് പ്ലേസ്ഡ് റൈറ്റ് ആംഗിൾ ഫോർ ഫോർഹെഡ്. ഗണ്ണ് ഇങ്ങനെ വെക്കും. ഫോർഹെഡിനെ റൈറ്റ് ആംഗിൾ ആയിട്ട് നമ്മൾ ഗണ്ണ് വെച്ചിട്ട്, അപ്പൊ എന്ത് പറ്റും? ഇൻട്രാക്രേനിയൽ പ്രഷർ അതിന്റെ റൈസ് ചെയ്യും. ആ മൃഗത്തിന്റെ ഇൻട്രാക്രേനിയൽ പ്രഷർ റൈസ് ചെയ്യും. വേറൊരു കാര്യം കൂടെ പറയാം. നേരെ ചൊവ്വെ അതിനെ കെട്ടാതെ വല്ലോം ചെയ്ത നിങ്ങളുടെ ഇൻട്രാക്രേനിയൽ പ്രഷർ റൈസ് ചെയ്യും. അത്രയും ക്ലിയർ ആയല്ലോ. അതിന്റെ എല്ലാം റൈസ് ചെയ്യാൻ പോണ. അപ്പൊ നേരെ ചൊവ്വെ കെട്ടയൊക്കെ ചെയ്യണം. ഇതിന്റെ അകത്ത് അതൊക്കെ പറയുന്നില്ല. ഇല്ലെങ്കിൽ ശരിക്കും ക്രേനിയൽ പ്രഷർ ആരുടെ റൈസ് ചെയ്യുന്ന മനസ്സിലാവും. അപ്പൊ ഈ വാക്ക് നിങ്ങൾ മറക്കില്ലല്ലോ, ഇൻട്രാക്രേനിയൽ പ്രഷർ റൈസ് ചെയ്യും. എഫക്റ്റീവ് ഇൻ കാറ്റിൽ, ഷീപ്പ്, കോട്ട്. അപ്പോ എന്താണ് മീറ്റ് ഓഫ് ഷീപ്പ് അപ്ന? മീറ്റ് ഓഫ് ഷീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പറയേ. ഷീപ്പ് മട്ടൺ.
ഷീപ്പ് മട്ടൺ. അപ്പൊ ഗോട്ട് Goat Shivon. കാറ്റില് Cattle beef. ഓക്കെ. ബഫല്ലോ Kara. ഓക്കെ. എന്താണ് ഷെവാലിൻ? Horse meat. ഓക്കെ. അപ്പോ ഇത്രയും കാര്യങ്ങള് ഇതിൻ്റെ അകത്ത് വളരെ എഫക്റ്റീവായിട്ട് പിസ്റ്റൺ മെത്തേഡ് പിസ്റ്റൺ അല്ല, ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൾ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന മൃഗങ്ങൾക്ക് എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ കുറച്ച് എഫക്റ്റീവേ ഉള്ളൂ പിഗിന്റെ കേസിൽ. പന്നിക്ക് വളരെ കുറച്ച് എഫക്റ്റീവേ ഉള്ളൂ. എന്താണ് ന്യൂമാറ്റിക് സ്റ്റണ്ണർ? ആദ്യം പറഞ്ഞത് ക്യാപ്റ്റീവ് ബോട്ട് പിസ്റ്റൾ, രണ്ടാമത് പറയുന്നത് ന്യൂമാറ്റിക് സ്റ്റണ്ണർ. ന്യൂമാറ്റിക് സ്റ്റണ്ണറിന്റെ അകത്ത് നമ്മൾ പറയുന്നത് അതിന്റെ ഒരു പ്രഷർ ഉണ്ട്. ബോൾട്ടിന്റെ പ്രഷർ 80 to 100 ആന്ന് പറയുന്നുണ്ട്. 80 to 100 ന്യൂമാറ്റിക് ബോട്ട് സ്റ്റണ്ണറിന്റെ 80 to 100 ആണെന്നാണ് പറയുന്നത്. 80 തൊട്ട് 100 PSI പ്രഷറിലാണ് ന്യൂമാറ്റിക് വർക്ക് ആവുന്നത്. എന്നാൽ വാട്ടർ ജെറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം, ന്യൂമാറ്റിക് എപ്പോഴും വാട്ടർ ജെറ്റ് സ്റ്റണ്ണിങ്ങിനെക്കാട്ടിയും കുറവായിരിക്കും. അതെന്തുകൊണ്ടാ നമുക്ക് അങ്ങനെ ചിന്തിക്കാം, അല്ലെങ്കിൽ അതെങ്ങനെ ഓർത്തിരിക്കാം? വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി. WA to Z എഴുതുമ്പോൾ ഇസഡിന് ഭയങ്കര വാല്യൂ ആയിട്ട് കരുതുക. അപ്പോൾ ഡബ്ല്യുയെ കാട്ടി മുന്നേ വരുന്നതാണ് പി, അല്ലേ? പി മുന്നേ വരുന്നതാ, അപ്പൊ ചെറുതാണ്. അതിന്റെ അകത്ത് ആകെ 80 കിട്ടും. 80 തൊട്ട് 100 പി. ന്യൂമാറ്റിക് എന്ന് വെച്ചാൽ അല്ലാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 80 എന്ന് പറഞ്ഞാൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വലിയ കാര്യത്തിൽ ഈ പറയുന്ന കാറ്റിലിന്റെ മുമ്പിൽ പോയി നിങ്ങൾ ഇങ്ങനെ ന്യൂമറസ് എന്ന് വെച്ചാൽ ഇങ്ങനെ പേടിച്ച് നിൽക്കുവാന്ന് വെച്ചോ. ആ കാറ്റിലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പേടിച്ചു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ പെട്ടില്ലേ? 8ന്റെ പണി കിട്ടില്ലേ നിങ്ങൾക്ക് അവിടെ അതിന്റെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ നിന്ന് കൊടുത്താ? അതാണ് 80% to 100. 80% അല്ല, 80 to 100 PSI. അപ്പൊ ന്യൂമാറ്റിക് കിട്ടിയല്ലോ. ഇനി പറയുന്നത് വാട്ടർ ജെറ്റ് സ്റ്റണ്ണിങ്ങിന്റെ അവിടെ ഒരു മില്ലിമീറ്ററിന്റെ വെള്ളത്തിന്റെ ജെറ്റിലൂടെ പാസ് ചെയ്യുന്ന വെള്ളത്തിന്റെ ഡയമീറ്റർ പറയുന്നുണ്ട് 0.5 mm ആണ്. 0.5. സാധാരണ ഒരു വെള്ളം നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണ ഒരു വെള്ളം ഇങ്ങനെ പാസ് ആവുന്നത് ഓസിലൂടെ അല്ലേ? ഓസ് ഇങ്ങനെയല്ലേ ഇരിക്കുന്ന? ആണോ? ഇങ്ങനെയല്ലേ ഇരിക്കുന്ന? ഇതെത്രയാ? ഇത് ഇപ്പോഴല്ലേ വളഞ്ഞിരിക്കുന്ന? ഇതെത്രയാ? അപ്പൊ 0.5 കിട്ടിയോ? അപ്പൊ 0.5 കിട്ടി. 0.5 mm ആണ്. അവിടുത്തെ വാട്ടർ ജെറ്റ് പ്രഷർ എന്ന് പറയുന്നത് 3500 തൊട്ട് 4000 ആണ്. 3500 തൊട്ട് 4000 ജെറ്റ് ബാർ പ്രഷറിലാണ് അവിടെ വാട്ടർ ജെറ്റ് പ്രഷർ നടക്കുന്നത്. ഇനി വാട്ടർ ബാട്ട് സ്റ്റണ്ണർ ഏറ്റവും കൂടുതൽ നടക്കുന്നത് പോൾട്രിയിലാണ്. പോൾട്രി എന്ന് വെച്ചാൽ ആടിന്റെ വിഭാഗങ്ങൾ അല്ലേ? പിന്നെയും കൃപ തലനക്കി. ആടല്ല, കോഴിയാണ്. പോൾട്രി എന്ന് വെച്ചാൽ കോഴി. കോഴികളെ പിന്നെ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം കോഴി എന്താന്ന്. ഓക്കെ. പിന്നെ പറയുന്നത് വാട്ടർ ബാത്ത് എന്ന് പറയുന്നത് പോൾട്രിക്കാണെങ്കിൽ, അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് ക്വസ്റ്റ്യനാ കിട്ടുക? വിച്ച് among the following technique is applicable? ഒരു അനിമലിന്റെ പേര് പറയും. പോൾട്രി. അങ്ങനെ ഒരു ഉത്തരം തന്നിട്ട് ഓപ്ഷൻ തരും. അപ്പൊ നിങ്ങൾ എന്ത് എഴുതും? ന്യൂമാറ്റിക് സ്റ്റണ്ണർ അല്ലേ? ന്യൂമാറ്റിക് സ്റ്റണ്ണർ എന്ന് എഴുതും അല്ലേ? അല്ല, പിന്നെ എന്ത് എഴുതും രഞ്ജിനി? വാട്ടർ ജെറ്റ് സ്റ്റണ്ണിങ് ആണ് കോഴികൾക്ക്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ മഴക്കാലം അല്ലേ? ആണേ. മഴക്കാലത്ത് നമ്മൾ കോഴികളെ തുറന്നു വിടും. അപ്പൊ കോഴികൾ ഇങ്ങനെ കുണുങ്ങി 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 ഇങ്ങനെ പോകും. അതൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ കോഴികൾ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ചിറകൊക്കെ ഇങ്ങനെ ആട്ടി. കണ്ടിട്ടില്ലേ? കോഴികൾ ഈ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ ചിറകൊക്കെ ആട്ടിയിരിക്കും. അതാണ് വാട്ടർ സ്റ്റണ്ണിങ്. മനസ്സിലായോ? ഇനി അടുത്തത് ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൾ. അത് ടെക്നിക്കലാണ്. ആട്, ഷീപ്പ്, പിന്നെന്താണ്? കാറ്റില്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. വലിയ അരുത്തി നമ്മുടെ ദേവിക, വരൂ കാറ്റിൽ വരൂ, നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഇങ്ങനെ ഒന്നും നിൽക്കില്ലല്ലോ.
നേരെ ഒരു തോക്കെടുത്ത് ടിഷ്യൂ വെടിവെക്കും. അപ്പൊ അവിടെയാണ് ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൽ. മനസ്സിലായോ? ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൽ ഷീപ്പിനും ഗോട്ടിനും കാറ്റിലിനും ബാധകമാണ്. ഷീപ്പ്, ഗോട്ട്, കാറ്റിൽ. ഓക്കെ, അപ്പോ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടുന്ന് വരുന്നത്. പിന്നെ വാട്ടർ ജെറ്റ് സ്റ്റണ്ണിങ്ങിന്റെ ഡയമീറ്റർ ഓർത്തോണം. അത് നമ്മള് മറ്റേ എന്തെങ്കിലും ഒരു സിനിമാ നടനായിട്ട് എന്തോ മറന്നുപോയി. എക്സാം ഹാളിൽ വെച്ച് ഇങ്ങനെയൊന്നും കാണിക്കല്ലേ. എക്സാം ഹാളിൽ വെച്ച് ഇങ്ങനെ കാണിച്ചാൽ എന്തോ ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കുന്നതായിട്ട് മനസ്സിലാവും, നിങ്ങളെ എക്സാമിനർ പുറത്താക്കും. ആ 0.5 കിട്ടുക. ഓക്കെ, കിട്ടിയല്ലോ. 0.5 മീറ്റർ അല്ല, മില്ലിമീറ്റർ ആണ്. മീറ്റർ എന്ന് വെച്ചാൽ വലിയ തുരങ്കമായി. ഓക്കെ, അപ്പൊ 0.5 മില്ലിമീറ്റർ ആണ്. ഇനി പറയുന്നത് കെമിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ഗ്യാസ് മെത്തേഡ്. എന്താണ് കെമിക്കൽ മെത്തേഡ്? നമ്മൾ എന്ത് ഗ്യാസ് ആണ് അവിടെ വിടുന്നത്? കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിന്റെ അളവ് പറയുന്നുണ്ട് 65 to 70% ഓർ 80 to 85%. എത്രയാണ്? 65 to 70 അല്ലെങ്കിൽ 80 to 85. ഇതിന്റെ ഒരു പ്രത്യേകത കണ്ടോ ആ വാല്യൂസിന്? നിങ്ങൾ ആദ്യം വരുമ്പോ ആദ്യം ഒരു 5, പിന്നെ അവസാനം പോകുമ്പോ ഒരു 5. 60 തൊട്ട് അല്ല, 65 തൊട്ട് 70, 80 തൊട്ട് 85. അപ്പൊ ആദ്യം 5 ഉണ്ട്, അവസാനം 5 ഉണ്ട്. കെമിക്കൽ അല്ലേ? കെമിക്കൽ നമ്മൾ കൈ കൊണ്ടല്ലേ എടുക്കുന്നത്? ആണോ? നമ്മുടെ കയ്യിൽ എത്ര ഉള്ളതാണ്? നമ്മൾ ഇങ്ങനെയല്ലേ കെമിക്കൽ എടുക്കുന്നത്? വാമോനെ കെമിക്കല് 5 ആണേ. അപ്പൊ ആദ്യം പറഞ്ഞ 5 എത്രയാണ്? 65 ആണ്. 65 നമുക്ക് കിട്ടണമെങ്കിൽ ഇപ്പൊ നിലവില് നമ്മൾ 6 പേരായിട്ട് ഒരു കെമിസ്ട്രി ലാബിൽ 6 പേരൊക്കെ അല്ലേ സാധാരണ കാണൂ. അപ്പൊ 65 തൊട്ട് 75 അല്ല, 65 തൊട്ട് 70, 80 തൊട്ട് 85 ആണ്. ആ വാല്യൂ കിട്ടിയോ? കിട്ടിയോ? ഇനി എക്സ്പോഷർ ടൈം. സാധാരണ എക്സ്പോഷർ ടൈം എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടിയൊക്കെ ഓർമ്മ വരുന്നത് അവര് സാധാരണ എക്സ്പോസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു പെങ്കൊച്ചിനെ സംബന്ധിച്ച് ആളെ എക്സ്പോസ് എന്ന് പറയുന്നത് കല്യാണ സമയത്ത്, മുഹൂർത്ത സമയം 45 മിനിറ്റ്. ആ കൊച്ചിനെ എല്ലാവരും കണ്ട് എല്ലാവരും വീക്ഷിക്കും. ആ പെങ്കൊച്ചിനെ ഏറ്റവും കൂടുതൽ വീക്ഷിക്കുന്ന ആ സമയത്താണ്. കല്യാണ സമയത്താണ് നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ പിള്ളേരെ? അപ്പൊ കല്യാണ സമയത്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ വീക്ഷിക്കുന്നത്. അപ്പൊ എക്സ്പോഷർ ടൈം എന്ന് പറയുന്നത് 45 മിനിറ്റ് ആണ്. അപ്പൊ 45 മിനിറ്റ് ആണല്ലേ? കൃപ സമ്മതിച്ച്, പിന്നെ സമ്മതിച്ച് 45 സെക്കൻഡ് ആണ്. 45 മിനിറ്റ് നിങ്ങളുടെ മുഹൂർത്തം. അവിടുന്ന് തിരിച്ചു വരിക. ഇപ്പൊ നിങ്ങൾ ഇവിടെ ക്ലാസ്സിലാണ്. വളരെ സെക്കൻഡുകളുടെ വിലയുള്ളൂ. നമുക്ക് ഇനി സെക്കൻഡുകൾ കളയാനേ ഉള്ളൂ. അപ്പൊ 45 സെക്കൻഡ് ആണ് എക്സ്പോഷർ സമയം. ഈ 45 മിനിറ്റ് ഒക്കെ ഈ പറയുന്ന പന്നിക്ക് കൊടുത്ത കൃപയൊക്കെ ഇടിച്ചു തള്ളിയിട്ട് പന്നി പോകും. അപ്പൊ 45 സെക്കൻഡ് കിട്ടിയോ? അതുപോലെ ഈ കാർബൺ ഡയോക്സൈഡ് അത്രയ്ക്ക് കിട്ടത്തുമില്ല. എങ്ങനെ കിട്ടാനാ? അത്രയും കാർബൺ ഡയോക്സൈഡ് എവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാനാ? 45 മിനിറ്റത്തേക്ക് കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, ഇനി എക്സാങ്കുനേഷൻ ചെയ്യുന്നതിന്റെ ടെക്നിക്ക്. എക്സാങ്കുനേഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ കട്ട് ചെയ്യുക. അതിന് 25 കൊണ്ട് 30 സെക്കൻഡിന് ശേഷം കട്ട് ചെയ്തോണം. എത്ര? 25 തൊട്ട് 30 സെക്കൻഡ്. അതിമേൽ സമയം കൊടുക്കല്ല. അത് ബോധം തിരിച്ചു വന്നിട്ട് നിങ്ങൾ ഇടിക്കും. അപ്പൊ 25 തൊട്ട് 30 കിട്ടിയോ? കിട്ടിയോ? അതെങ്ങനെ 30 കിട്ടും? എങ്ങനെ 30 കിട്ടും നിങ്ങൾക്ക്? എങ്ങനെയായിരിക്കും 30 കിട്ടുന്നത്? പറയാമോ ദേവിക? എങ്ങനെ കിട്ടും 30? 25 തൊട്ട് 30. അതായത് ഞാൻ പറഞ്ഞത് എക്സാമിനേഷൻ സമയം 25-നും 30 സെക്കൻഡിനും ശേഷമായിരിക്കണം. സിമ്പിൾ. നിങ്ങളുടെ ലൈഫ് 3G ആവും ഇല്ലെങ്കിൽ. മനസ്സിലായോ? ആ 3G ആണ് 30. 25 തൊട്ട് 30 സെക്കൻഡിന് ശേഷം വേണം നിങ്ങൾ എക്സാമിനേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് സ്റ്റണ്ണിങ്ങിന് ശേഷമാണ്. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്ന് ആഫ്റ്റർ എക്സാമിനേഷൻ പ്രൊസീജിയർ ഈസ് ഡൺ ബിഫോർ 25 to 30 സെക്കൻഡ്സ് ബിഫോർ സ്റ്റണ്ണിങ് എന്ന് വല്ലതും വന്ന തെറ്റാണ്. സ്റ്റണ്ണിങ്ങിന് ശേഷം പറയുന്ന സെക്കൻഡ് അത്. അപ്പൊ 25 തൊട്ട് 30 സെക്കൻഡ് മനസ്സിലായോ? മനസ്സിലായി. ഇനി അടുത്തെന്ന് പറയുന്നത് പന്നിയുടെ കേസിൽ 80% 45 സെക്കൻഡ്. പന്നിയുടെ കേസിൽ എത്രയാണ്? 85% 40 സെക്കൻഡ്. 40 ആണോ? 45 സെക്കൻഡ്. നേരത്തോട്ടെ ഞാൻ പറയുന്നുണ്ട് 45-ന് ഒരു വാല്യൂ ഉണ്ട്. കാരണം എന്താ?
മുഹൂർത്തം കഴിഞ്ഞ് എല്ലാം കഴിയുമ്പോൾ നമ്മൾ പന്നിയിറച്ചി കഴിക്കാൻ പോകും. സോ 45 സെക്കൻഡ് പന്നിയൊക്കെ, കോഴിക്ക് 65 ഉള്ളൂ. നിങ്ങൾ ചില കോഴിക്കടയിലെ ബോർഡൊക്കെ കണ്ടിട്ടില്ലേ? ചില സമയത്ത് 65 രൂപയൊക്കെ വരത്തുള്ളൂ കോഴിയുടെ കിലോ റേറ്റ്. അപ്പൊ ഇവിടെ 65 രൂപയല്ല, 65% പോൾട്രിയിൽ. അപ്പൊ നിങ്ങളടുത്ത അടുത്ത ചോദ്യം, വിച്ച് among the following technique is used in animals like, ഏതൊക്കെ അനിമൽസ്? പോൾട്രി, പിഗ്. എന്നിട്ട് അവരെന്ത് തരുമെന്ന് അറിയോ ഓപ്ഷനില്? അവര് തരുന്നതെന്ന് വെച്ചാൽ പോൾട്രിയുടെ കേസിൽ ഈ പറയുന്ന ഏതൊക്കെ സ്റ്റണ്ണിങ് മെത്തേഡ് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവര് പറയും. ഓപ്ഷൻ എ വാട്ടർ ജെറ്റ് സ്റ്റണ്ണിങ്, ഓപ്ഷൻ ബി കെമിക്കൽ ഓർ ഗ്യാസ് മെത്തേഡ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. നിങ്ങൾ എന്ത് ചെയ്യും? ഉത്തരം പറയൂ, എന്ത് ചെയ്യും ദേവിക? ഉത്തരം എന്താ? കേട്ടില്ല, മ്യൂട്ട് തുറന്നാലേ കേൾക്കൂ. പറഞ്ഞോ. വാട്ടർ ബാത്ത് സ്റ്റണ്ണറും കെമിക്കൽ മെത്തേഡ് രണ്ടും ഉണ്ട്. അപ്പോ ഈ പറയുന്ന കെമിക്കലും ഉണ്ടെന്ന് ഓർക്കാൻ സിമ്പിളാ. നിങ്ങളിപ്പോ ആലോചിക്കേ, കോഴിക്കറി ആയാലും എന്തായാലും മായമായോണ്ടല്ലേ ഈ അസുഖങ്ങളൊക്കെ വന്ന് എല്ലാവരും കുറെ പേരൊക്കെ മരിച്ചു പോയത്. വളരെ ഫേമസ് ആയിട്ടുള്ള മന്തി ആലോചിച്ചാൽ മതി. ആരെങ്കിലും ഒക്കെ ട്രൈ ചെയ്യാൻ പോണുണ്ടെ പറയണേ, മന്തി കഴിക്കാൻ. എനിക്ക് മുന്നേ അവസാനമായിട്ടൊന്ന് കാണാന്. ഓക്കെ, അപ്പൊ മന്തി കഴിക്കുന്ന എല്ലാവർക്കും എന്റെ ഒക്കെ വിഷസ്. ഓക്കെ, ഇനി അടുത്ത പറയുന്നത് ടൈപ്സ് ഓഫ് അപ്പാരറ്റസ് ഫോർ ഗ്യാസ്. ഗ്യാസിന് യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ്. ഏത് ഗ്യാസ്? നിങ്ങളുടെ വയറ്റിലെ ഗ്യാസ് അല്ല, ഇവിടത്തെ ഗ്യാസ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഓവൽ ടണൽ മെത്തേഡ്. ഓവൽ എന്ന് വെച്ചാൽ എന്ത് ഷേപ്പാ? ഒട്ടേറെ ഷേപ്പ് അല്ലേ? ഓവൽ ടണൽ. ടണൽ എന്ന് വെച്ചാൽ ഒരു തുരങ്കം. ടണൽ മെത്തേഡ്. അപ്പൊ ആ തുരങ്കത്തിലേക്ക് നമ്മൾ ആരെ പറഞ്ഞു വിടാൻ പോവാ? നമ്മളെ പന്നിക്കുട്ടന്മാരെ, പാവങ്ങള്. വലിയ കാര്യത്തിൽ എന്തോ തിന്നാണ്ടെന്ന് പറഞ്ഞ് കേറി കൊടുക്കും. അപ്പോ ഇതിന് 1 മണിക്കൂറിൽ എത്ര പന്നിയെ നമുക്ക് അങ്ങനെ ടണൽ മെത്തേഡ് വഴി കിട്ടും? 600 പന്നി. 600 പന്നി അല്ലേ? 600 പന്നികളെയാണ് നമുക്ക് കിട്ടുന്നത് 1 മണിക്കൂറിൽ. ഈ 600 പന്നികൾ എന്ന് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ കൈ വെക്കുമ്പോ, ഞാനുണ്ട്, ഞാൻ സാർ, ഒരു പന്നിയെ കിട്ടി, 5, പിന്നെ ആ പന്നി, അങ്ങനെ 6 കിട്ടിയേ. അപ്പൊ 600 പന്നികളെ കിട്ടിയോ? 1 മണിക്കൂറിലാന്ന് എങ്ങനെ ഓർക്കും? ഇങ്ങനെയല്ലേ കൈപൊക്കിയത്, ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ 1 മണിക്കൂറില് 600 പന്നി കിട്ടിയോ? കിട്ടിയോ? ഇനി പിക്സ് അപ് ടു 130 കിലോ ക്യാൻ ബി ഹാൻഡിൽ. 113 കിലോ ഉള്ള പന്നികളെ വരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഈ ടെക്നിക്ക് വഴി. എത്ര? 113. എങ്ങനെ കിട്ടും? ഞാനൊരു പന്നി, നീ ഒരു പന്നി, നമ്മൾ 3 പേര് ചേർന്ന് ഒരു 3 പന്നി. മനസ്സിലായില്ല? ആ കോഡ് മനസ്സിലായില്ല? ഞാനൊരു പന്നി, ദാ ഇരിക്കുന്ന ഒരു പന്നി, പിന്നെ മറ്റേ പന്നി. അപ്പൊ 3 പന്നി അവിടെ ഉണ്ട്, നമ്മൾ 113. ഓക്കെ, കിട്ടിയോ? അപ്പൊ 113 ആണെന്ന് കിട്ടിയല്ലോ. അത് വെയിറ്റ് ആണ്, അല്ല പന്നിയുടെ എണ്ണം അല്ല. പന്നിയുടെ എണ്ണം 600 ആണ്. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണോ പിള്ളേരെ? ഇനി ഡ്രിപ്പ് ആണോ? അല്ല, ഡിപ്പ് ലിഫ്റ്റ് സിസ്റ്റം. ഡിപ്പ് ലിഫ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു സിസ്റ്റത്തിൽ നമ്മൾ പന്നികളെ, കാഫ്സിനെ, ഷീപ്പിനെ എല്ലാം ഗ്യാസ് വെച്ച് മയക്കുന്നുണ്ട്. ഇനി അസസ് ചെയ്യുന്ന എങ്ങനെയാ? നമ്മൾ എങ്ങനെ അവരെ അസസ് ചെയ്യും, അവര് ബോധം കെട്ടോന്ന്? വളരെ സിമ്പിൾ ആയിട്ട് അവരെ നോക്കി ഇങ്ങനെ കൊണ്ടുപോകും. റെസ്പിറേഷൻ ഉണ്ട്, ഓക്കെ, ജീവനുണ്ട്. മയങ്ങി കിടക്കുമല്ലേ അതുങ്ങള്, പാവങ്ങള്. അല്ലാതെ അതിന് ജീവനുള്ളപ്പോ വല്ലതും കൊണ്ട് മൂക്കി കൈവച്ചു കൊടുത്താ പിന്നെ നിങ്ങളുടെ മൂക്കിലായിരിക്കും 2 പഞ്ഞി. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ റെസ്പിറേഷൻ ഉണ്ട്. അബ്സെൻസ് ഓഫ് കോർണിയൽ ആൻഡ് പാൽപബ്രബിൾ റിഫ്ലക്സ്. കോർണിയൽ എന്ന് വെച്ചാൽ എവിടെയാണ്? കണ്ണില് റിഫ്ലക്സ് വരും. നിങ്ങൾ എന്ത് ചെയ്യും? പോയിട്ട് പന്നി നീ എണീക്ക്, ഇങ്ങനെ കണ്ണി കുത്തി കൊടുക്കുവോ? ഇല്ല, ദൂരെ നിന്ന് മാറിയേ നോക്കാവൂ. കണ്ണി കുത്തി അത് ചിലപ്പോ എണീറ്റ് വരും. അടുത്ത ലിംസ് ആൻഡ് ജോസ് ബിക്കം റിലാക്സ്ഡ്. ഇങ്ങനെ തളർന്ന പോലെ കിടക്കും. അയ്യോ എനിക്ക് വയ്യേ, അങ്ങനെ കിടക്കും. ഓക്കെ, ഇനി അഡ്വാൻറ്റേജ്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതാണ് ഏറ്റവും സുപ്പീരിയർ മെത്തേഡ്. എന്തുകൊണ്ടാ ഇത് സുപ്പീരിയർ മെത്തേഡ് എന്ന് പറയാനുള്ള കാരണം? വളരെ സിമ്പിള്. മറ്റേ ടെക്നിക്ക് പിസ്റ്റനൊക്കെ എടുത്ത് വെച്ചിട്ട് പിസ്റ്റൻ സ്റ്റക്കായി നിന്ന് കഴിച്ചാൽ നമ്മുടെ അവസ്ഥ തീർന്ന്. ഇതാകുമ്പോ ഗ്യാസ് അല്ലേ, എന്തായാലും അടിച്ചു പൊക്കോളും. അതുകൊണ്ടാണ്. മീറ്റ് pH ഈസ് ലോ.
മീറ്റിന്റെ പി എച്ച് കുറവാണെങ്കിൽ നല്ല മീറ്റ് എന്ന് പറയും. ഫിറ്റ് ഫോർ ഗുഡ് മീറ്റ് എന്ന് പറയും. അതുകൊണ്ട് ഇവിടെ മീറ്റിന്റെ പി എച്ച് ലോ ആയിരിക്കും. വേറെ ഏതൊക്കെ ഗ്യാസ് യൂസ് ചെയ്യാം? നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇത് വരും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്യാസസ് ആർ യൂസ്ഡ് ആസ് എ കെമിക്കൽ മെത്തേഡ് ഇൻ സ്റ്റണ്ണിങ് ടെക്നിക്? അതിൻ്റെ അകത്ത് അവർ ആദ്യം പറയും കാർബൺ ഡയോക്സൈഡ്, രണ്ടാമത് നൈട്രസ് ഓക്സൈഡ്, ആർഗൺ, ഓൾ ഓഫ് ദ എബോവ്. നിങ്ങൾ എന്ത് ചെയ്യും? ഉത്തരം എന്ത് ചെയ്യും? പറഞ്ഞോ കൃപ. All of them. ഓൾ ഓഫ് ദ എബോവ് അല്ലേ? അതായത് നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, ആർഗൺ ഉണ്ട്, അതുപോലെ കാർബൺ ഡയോക്സൈഡും ഉണ്ട്. ആർഗൺ, കാർബൺ ഡയോക്സൈഡ്, പിന്നെ നൈട്രസ് ഓക്സൈഡ്. ഇത്രയാണ് നമ്മുടെ കെമിക്കൽ മെത്തേഡ്സ്. ഇനി ഇലക്ട്രിക്കൽ മെത്തേഡാണ്. ഇലക്ട്രിക്കൽ മെത്തേഡ് എന്ന് വെച്ചാൽ എന്താ? കറണ്ട് അടിപ്പിക്കുക, പന്നിയെ ഇലക്ട്രിക്കൽ മെത്തേഡ് വഴി ചെയ്യുക. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കേണ്ടത് വളരെ വലിയ വോൾട്ടേജ് കറണ്ട് കൊടുക്കണം അല്ലേ? വലിയ വോൾട്ടേജ് കറണ്ട് കൊടുത്താൽ പന്നി അവസാനം കരിഞ്ഞ് ഗ്രിൽ പന്നിയായിട്ട് മാറും. വളരെ ചെറിയ വോൾട്ടേജ് കൊടുക്കാവൂ. എ സി കറണ്ടേ കൊടുക്കാവൂ, ഡി സി കറണ്ട് കൊടുക്കരുത്. അപ്പൊ ഞാൻ പറഞ്ഞ ഇങ്ങനെ തമാശ അത് പറഞ്ഞെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഹൈ വോൾട്ടേജ് കൊടുത്താൽ പന്നി അവിടെ കരിഞ്ഞിരിക്കും. അപ്പൊ അതാരും ചെയ്യരുത്. അത് ഇപ്പൊ ഞാൻ തമാശ പറഞ്ഞാലും ആ എക്സാം ഹാളിൽ ചെല്ലുമ്പോ ഇതിന്റെ ബെനിഫിറ്റ് അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും, ഇപ്പൊ മനസ്സിലാവത്തില്ല. അപ്പം വെരി ലോ വോൾട്ടേജ് എ സി കറണ്ട് ആണ് കൊടുക്കേണ്ടത്. ഡി സി എന്ന ഓപ്ഷനിൽ തെറ്റിക്കും നിങ്ങളെ. ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ? പിന്നെ ബ്രെയിനിലാണ് കൊടുക്കേണ്ടത്. അല്ല സാർ, ഞാൻ കാലിലേ കൊടുക്കൂ, അങ്ങനെയല്ല, ബ്രെയിനിലാണ് എത്തേണ്ടത്. എന്നാലേ ഇത് സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കും. ഇനി അപ്ലൈഡ് ബൈ 2 ഇലക്ട്രോയിഡ്സ്. നിങ്ങൾ എങ്ങനെ കൊടുക്കുന്നത്? മറ്റേ ഇല്ല, സാധാരണ എന്റെ ക്ലാസ്സിന് വരുന്ന ഒരു കൊച്ചുണ്ട്, സ്നേഹയൊക്കെ വരുന്ന പോലെ ഹെഡ്സെറ്റ് ഇങ്ങനെ കഴുത്തി തൂക്കി, ഇവിടെയാണോ കൊടുക്കേണ്ട? ഇലക്ട്രിക്കൽ മെത്തേഡ് അല്ല, ഇലക്ട്രിക്കൽ മെത്തേഡ് ഇങ്ങനെ വെക്കും, നമ്മൾ പാട്ട് കേൾക്കുന്ന പോലെ, കണ്ടിട്ടില്ലേ ആ സംഭവം? അത് വെച്ച് കൊടുക്കുക. അപ്ലൈഡ് ബൈ 2 ഇലക്ട്രോയിഡ്സ് ഓൺ എയ്തർ സൈഡ് ഓഫ് ഹെഡ് അല്ലേ? ഹെഡ് ആണ്, പക്ഷെ ബ്രെയിൻ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബ്രെയിൻ. പിന്നെ പിഗ്, ഷീപ്പ്, ഗോട്ട്, പോൾട്രി, ഇവയെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആരും പോയിട്ട് ഓപ്ഷനിൽ ടർക്കി കോഴിയെ കണ്ട ടർക്കിക്ക് ഇലക്ട്രിക്കൽ നല്ലതാണ് എന്ന് പറഞ്ഞ് അതിനെ പിടിച്ചോണ്ട് വരില്ലേ. ടർക്കി ഇല്ല കേട്ടോ, ടർക്കി ഇല്ല. പിന്നെ നിങ്ങൾ കാണുന്ന പോത്ത് അവിടെ ഇല്ല, ഇലക്ട്രിക്കൽ മെത്തേഡിൽ പറ്റത്തില്ല. ഓൾറെഡി എന്തുകൊണ്ട് പോത്ത് പറ്റത്തില്ല? ഓൾറെഡി പോത്ത് കരിഞ്ഞിരിക്കല്ലേ പിള്ളേരെ, ഇനി എന്ത് കരിപ്പിക്കാനാ? ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോ ഇനി പറയുന്നത് മിനിമം ടൈം. നമ്മൾ മിനിമം എത്ര സമയം കൊടുക്കണം? 7 സെക്കൻഡ് ലോ വോൾട്ടേജിൽ. 7 സെക്കൻഡ് ലോ വോൾട്ടേജിൽ നിന്ന് 70 തൊട്ട് 80 ആണെന്ന് ഓർക്കണം ലോ വോൾട്ടേജ്. അത് 7 സെക്കൻഡ് എന്ന് ഓർത്ത് കഴിഞ്ഞാൽ 70 to 80 കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? മിനിമം സമയം. ഇപ്പോ ഇനി അടുത്തതെന്ന് വെച്ചാല് 3 സെക്കൻഡ് ഹൈ വോൾട്ടേജ്. ഹൈ വോൾട്ടേജ് ആണെങ്കിൽ 3 സെക്കൻഡ് മതി, അത് 300 കിട്ടും. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, 7 സെക്കൻഡിലാണ് 70 എന്ന് പറയുന്ന വാക്ക് പറയുന്നത്, അതുപോലെ 3 സെക്കൻഡിലാണ് 300 എന്ന് പറയുന്ന വോൾട്ടേജ് വരുന്നത്. എങ്ങനെ ഓർക്കും? സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ചില ആളുകൾക്ക് നല്ല വോൾട്ടേജ്, നല്ല കത്തലായിരിക്കും അല്ലെ, അവർക്ക് 3 സെക്കൻഡ് വരെ. ഹൈ വോൾട്ടേജ് ഉള്ളവർക്ക്, പെട്ടെന്ന് കത്തുന്നവർക്ക്, അവർക്ക് 3 സെക്കൻഡ് മതി. അവർ പറയും സാർ 3 സെക്കൻഡ്, ഞാൻ ഇപ്പൊ പറയാം. അങ്ങനെയല്ലേ പറയുന്ന? അപ്പൊ 300 വോൾട്ടേജ് ആണ് അവർക്ക് കൊടുക്കേണ്ടത്. മനസ്സിലായോ? എന്നാൽ ചില ആൾക്കാർക്ക് ഒന്നും കത്തത്തില്ല. എന്ത്? അപ്പൊ അവരുടെ കിളി പോയ പോലെ ഇങ്ങനെ ഇങ്ങനെ ചിലര് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതുവരെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടിരിക്കുന്നവര് ഇങ്ങനെ തല കൊമ്പിട്ട് ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ കൊമ്പിട്ട് 7ന്റെ ഷേപ്പ്, അയ്യോ അങ്ങനെ ഇരിക്കും. അതാണ് 7 മനസ്സിലായോ നിങ്ങൾക്ക്? 7 സെക്കൻഡ്. 7 സെക്കൻഡ് ആകുമ്പോൾ 70 തൊട്ട് 80 വോൾട്ട് വരെ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ ഇത്രയും? അപ്പൊ ഇനി പറയുന്നത് പന്നിയുടെ കേസിൽ 1 to 5 വോൾട്ട് ആണ്, 10 സെക്കൻഡ് ആണ് കൊടുക്കേണ്ടത്. പന്നിക്ക് 10 സെക്കൻഡ്.
എങ്ങനെ കിട്ടും പന്നിക്ക് 10 സെക്കൻഡാന്ന്? വളരെ സിമ്പിള്. നിങ്ങൾ പശുവിനെ പിടിക്കുമ്പോ ഒരു കയർ ഇങ്ങനെ പിടിക്കണേ, പന്നി ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് വാ മോനെ പന്നി എന്ന് പറഞ്ഞ് പിടിക്കണം. അപ്പൊ 5 10 കിട്ടിയോ? 10 കിട്ടിയോ? അപ്പൊ 10 സെക്കൻഡ് എന്നുള്ള കാര്യം കിട്ടി. പക്ഷേ ഇതിന്റെ കേസ് എടുത്തു നോക്കിയാൽ 125 വോൾട്ട് വേണം. 125 വോൾട്ടേജ് ആണ് വേണ്ടത്. 125 വോൾട്ടേജ് എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജ് അല്ല കേട്ടോ. കാരണം ഹൈ വോൾട്ടേജ് എത്ര? 300 വോൾട്ടേജ്. 3 സെക്കൻഡ്. ഹൈ വോൾട്ടേജ് നമ്മൾ പഠിച്ചില്ലേ? ഇത് 10 സെക്കൻഡ് ആണ്. ഇനി ചിക്കന്റെ കേസിൽ 105 MA. എങ്ങനെ? ചിക്കൻ എന്ന് വെച്ചാൽ എന്താണ്? കോഴി. കോഴിയെ ആര് മക്കൾ വന്നിട്ട് അമ്മ ചിക്കൻ വേണം, ചിക്കൻ ഫ്രൈ, മാ കിട്ടിയോ? MA കിട്ടിയോ? ഇനി 105 കിട്ടണം. 105 രൂപയ്ക്ക് കോഴി ഇറച്ചി വില ഇപ്പൊ 105. പക്ഷെ എവിടെയോ ഞാൻ ഒരു 10 പറഞ്ഞ ഓർമ്മയുണ്ടോ? 10 സെക്കൻഡ് പന്നി, അത് മറക്കരുത്. 105 ആരാ? കോഴിയിറച്ചി. കോഴിയിറച്ചിയിൽ എന്ത് വോൾട്ടേജ്? ക്ലിയർ ആണോ? ഇത്ര ഇലക്ട്രിക്കൽ മെത്തേഡാന്ന് മനസ്സിലായോ? ഇനി പൊസിഷനിങ് ഓഫ് സ്റ്റണ്ണിങ്, എങ്ങനെ നമ്മൾ സ്റ്റണ്ണറിനെ നിർത്തണം? കാറ്റിലിനെ ആണെങ്കിൽ മിഡിൽ ഓഫ് ദ ഫോർഹെഡിന്റെ മിഡില്. ഹോൺലെസ് ഷീപ്പ് ആൻഡ് ഗോട്ട്. ഹോൺലെസ് ഷീപ്പ് ആൻഡ് ഗോട്ട് എന്ന് വെച്ചാൽ കൊമ്പുണ്ടെന്ന് അല്ലേ? കൊമ്പില്ലാത്തത്. കൊമ്പില്ലാത്തതിനെ നമ്മൾ എങ്ങനെ നിർത്തും? ടോപ്പ് ഓഫ് ഹെഡ് എയിമിങ് ഈസോഫാഗസ് എയിം ചെയ്തുകൊണ്ട്. ഓക്കെ. ഇനി ഹോൺഡ് ഷീപ്പ് ആൻഡ് ഗോട്ട്, കൊമ്പുകൾക്ക് ഇടയിൽ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. കൊമ്പിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഇനി അടുത്തത് പന്നിയുടെ കേസ് എടുത്താല് 2.5 സെന്റിമീറ്റർ എബോവ് ദ ഐ, 2.5 സെന്റിമീറ്റർ എബോവ് ദ ഐ. അതെങ്ങനെ ഓർക്കുമെന്ന് വെച്ചാല് ഇതാ പന്നികളെ നിങ്ങൾ ശ്രദ്ധിച്ചോ. പന്നി എങ്ങനെയാന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇങ്ങനെയല്ലേ വെക്കുന്നത്. നിങ്ങൾ ഇതാണ് അതിന്റെ ഐബ്രോ എന്ന് വെച്ചോ. കണ്ണിന്റെ മേലിലോട്ട് ഐബ്രോ ഉണ്ട്. ഇത് എത്ര വിരൽ അതിന്റെ ഇടയ്ക്ക് കയറും? 2 നിങ്ങൾ നോക്ക്, എന്നെ നോക്ക്, ബുക്കിലല്ല. ഇപ്പോ ഈ പറയുന്ന പന്നിയുടെ കേസ് എടുത്ത ഐക്ക് മേളിലോട്ട് 2.5 എന്ന് കിട്ടണം. ഈ 2 വിരൽ നിങ്ങൾക്ക് കാണാമോ? ഈ ഐബ്രോയുടെ താഴെ കയറത്തില്ലേ? കയറിയോ? അപ്പൊ 2 കിട്ടിയോ? പിന്നെ ഒരു 5 ഇവിടെ പകുതി ഭാഗം കയറുന്നുണ്ട്. അപ്പൊ 2.5 കിട്ടിയോ? 2.5 സെന്റിമീറ്ററിന്റെ മേളില. 2.5 മീറ്റർ എന്ന് വെച്ചാൽ പന്നി കഴിഞ്ഞു. അതുകൊണ്ട് 2.5 സെന്റിമീറ്റർ ഒക്കെ ലോജിക്കാണ്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. സാർ ഞാൻ മീറ്ററും ഫൂട്ടൊക്കെ എഴുതിക്കോ, എനിക്കൊരു പ്രശ്നമില്ല. അപ്പൊ 2.5 സെന്റിമീറ്റർ ആണെന്ന് കിട്ടിയോ? അതാണ് പിഗിന്റെ കേസിൽ 2.5 സെന്റിമീറ്റർ മേലാണ് നമ്മൾ കെമിക്കൽ മെത്തേഡ് ചെയ്യുന്നത് അല്ലേ കൃപ? കെമിക്കൽ മെത്തേഡ് പിന്നെയും പറഞ്ഞു, അക്സെപ്റ്റ് ചെയ്തു. അപ്പോ കെമിക്കൽ മെത്തേഡ് അല്ല, ഇലക്ട്രിക്കൽ മെത്തേഡ് ആണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്ത പറയുന്നത് സ്റ്റിക്കിംഗ് പറയുന്നതിന് മുമ്പേ നമ്മളെ സയൻസ് ഓഫ് എഫക്ട്സ്, സ്റ്റണ്ണിങ് ശരിക്കും നടന്നിട്ടുണ്ടെന്ന്, സയൻസ് ഓഫ് എഫക്റ്റീവ് സ്റ്റണ്ണിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റണ്ണിങ് ചെയ്താൽ നിങ്ങൾ തന്നെ ആലോചിച്ചേക്ക്, പെട്ടെന്ന് നിങ്ങൾക്ക് ഇലക്ട്രിക് ഷോക്ക് കിട്ടിയ ഇമ്മീഡിയറ്റ് നിങ്ങൾ കൊളാപ്സ് ആവും. ഇനി ഐബോൾ ഫേസ് ഔട്ട്വേർഡ്സ് കണ്ടിട്ടില്ലേ? കണ്ടടിക്കുമ്പോ കണ്ണൊക്കെ ഇങ്ങനെ തള്ളി വരുത്ത, അതോ കണ്ണ് പുറത്തോട്ട് വരത്തില്ലേ? എന്ത് ഷോക്ക് സാറേ? എനിക്ക് പണ്ട് ഷോക്ക് അടി എനിക്കറിയാം, എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റെടുത്ത് പറയണം കേട്ടോ. അപ്പോ കണ്ണെപ്പോഴും പുറത്തോട്ട് ചാടും. പിന്നെ പറയുന്ന ടങ് ഹാങ് ഔട്ട്. എന്തുവാണ്? നാക്കി തൂങ്ങി നിൽക്കുന്നോ? ടങ് ഹാങ് ഔട്ട് എന്ന് വെച്ചാൽ നാക്ക് പുറത്തോട്ട് കിടക്കുമെന്ന്. ഇനി അടുത്തത് എ സ്റ്റിഫ് കേൾഡ് ടങ്. കേള് പറയുമ്പം പേർലിമാണിയാ ഓർമ്മ വരുന്ന, കേൾഡ് മുടി. അപ്പൊ എ സ്റ്റിഫ് കേൾഡ് ടങ്, പേർലിമാണിയുടെ നാക്ക് കണ്ടിട്ടില്ലേ? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ? അപ്പൊ എ സ്റ്റിഫ് കേൾഡ് ടങ് കിട്ടിയോ? പോസിബിലിറ്റി ടു റിട്ടേൺ സെൻസിബിലിറ്റി, തിരിച്ച് റിട്ടേൺ ചെയ്യാനുള്ള സെൻസേഷൻ നഷ്ടപ്പെടും. കണ്ടിട്ടില്ലേ? ചില സമയത്ത് ഒരു വട്ട് കിർക്ക് പോലെയല്ലേ അവള് സംസാരിക്കുന്നത്. പേർലിമാണി ഈ വീഡിയോ കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ അപ്പുറത്തൊരു ബെൽ ബട്ടൺ കൂടെ ഉണ്ട്, അതുകൂടെ അടിച്ചോ. ഓക്കെ, ക്ലിയർ ആണോ?
ഇത്രയും ക്ലിയർ ആണോ? അപ്പോ ഈ പറയുന്നതാണ് നമ്മുടെ ഈ പറയുന്ന സയൻസ് എഫക്റ്റീവ്. സൈൻ എന്ന് ആലോചിക്കുമ്പോഴേ പേളി മണിയുടെ മിക്കവാറും കിട്ടും. പിന്നെ ഇമ്മീഡിയറ്റ് കൊളാപ്സ് ആവും. അതെപ്പോഴാ നടക്കുന്നതെന്നറിയോ? എക്സാം ഹാളിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഇമ്മീഡിയറ്റ് കൊളാപ്സ് എന്തായാലും ഉണ്ടാവും. പിന്നെ വരുന്നത് ഐബോള് തള്ളി നിൽക്കും, അതും വരും. എക്സാം കഴിയുമ്പോ നിങ്ങളുടെ കണ്ണൊക്കെ ഇങ്ങനെ പുറത്തോട്ട് തള്ളും. പിന്നെ വരുന്നത് ടങ് ഹാങ് ഔട്ട്. അത് നാട്ടുകാർ പറഞ്ഞോളും, നമ്മൾ പ്രത്യേകിച്ച് പറയണ്ട. പിന്നെ എ സ്റ്റിഫ് കേൾഡ് ടങ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ ആ ടോപ്പിക്ക്? ഇനി സ്റ്റിക്കിംഗ്. സ്റ്റിക്കിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്, ജുഗുലാർ വെയിൻ ഓർ കരോട്ടിഡ് ആർട്ടറി. ഇവിടെ വരുന്ന വെയിൻ അല്ലെങ്കിൽ കരോട്ടിഡ് ആർട്ടറി എന്ന് പറയുന്നതിനടുത്ത് അതിന്റെ ബ്ലീഡിംഗ് ടൈം പറയുന്നുണ്ട്. കാറ്റിലിന് 6 മിനിറ്റ്. എത്രയാണ്? 6 മിനിറ്റ്. ഷീപ്പിന് ഗോട്ടിനും 3 തൊട്ട് 5 മിനിറ്റ്. ഷീപ്പും ഗോട്ടും 3 തൊട്ട് 5 മിനിറ്റ്. ആന്റീരിയർ വീനക്കാവയിലാണ് പന്നീര് ചെയ്യേണ്ടത്. അത് പന്നിയുടെ കേസ് എടുത്ത 6 മിനിറ്റ്. അപ്പൊ നിങ്ങൾക്ക് കാറ്റിലും പന്നിയും 6 കിട്ടും. 6 കിട്ടണം. ഓക്കെ, കാറ്റിലുണ്ട് പന്നിയുണ്ട് 6 മിനിറ്റ് ആണ്. ഷീപ്പും ഗോട്ടും 3 to 5 മിനിറ്റ് ആണ്. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ? സ്റ്റിക്കിങ്ങില് ആന്റീരിയർ വീനക്കാവയെ വേണം നമ്മൾ പന്നിയുടെ കേസിൽ കൊടുക്കേണ്ടത്, സ്റ്റിക്കിംഗ് മെത്തേഡ്. അപ്പൊ അത്രയും കിട്ടിയോ പിള്ളേരെ? അത്രയും ക്ലിയർ ആണോ? അപ്പൊ ഇന്ന് ഞാൻ എടുത്ത പോർഷൻ മെയിൻലി പറയുവാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സ്റ്റണ്ണിങ് ടെക്നിക്കുകളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റണ്ണിങ് ടെക്നിക്സിന്റെ കാര്യമാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ നമുക്ക് എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.